വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BMS ഓട്ടോറിക്ഷ തൊഴിലാളികൾ കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രകടനവും മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണയും നടത്തി. ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കണമെന്നതായിരുന്നു പ്രധാന മുദ്രാവാക്യം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ഓട്ടോ നിരക്ക് വർദ്ധിപ്പിക്കുക, ഓട്ടോ തൊഴിലാളികൾക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുക, പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാനം ഏർപ്പെടുത്തിയ കൂടിയ നികുതി കുറയ്ക്കുക, പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GST പരിധിയിൽ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കാസർഗോഡ് ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ നേതൃത്വത്തിൽ തൊഴിലാളികൾ കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രകടനവും പുതിയകോട്ടയിലെ മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ധർണയും നടത്തിയത്. എലൈറ്റ് ഹോട്ടൽ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. തുടർന്ന് നടത്തിയ ധർണ BMS ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. ഏകദേശം ഒരു വർഷത്തോളമായി നമ്മൾ കഴിഞ്ഞ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ഇവിടുത്തെ 10 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരുടെ ജീവിതഭാരം പൊറുതിമുട്ടി നിൽക്കുന്ന ഈ അവസ്ഥയിലാണ് വീണ്ടും ഒരു ഭരണമാറ്റം വന്നപ്പോൾ അധികാരത്തിൽ വന്ന ബഹുമാനപ്പെട്ട VD സതീശൻ മന്ത്രിസഭയോട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്, ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് 4 വർഷം മുമ്പ് 30 രൂപ മിനിമം ചാർജാണ് അനുവദിച്ചത്. അതിനുശേഷം ഇന്ന് 5ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഈ നാട്ടിലെ ജനജീവിതം എങ്ങനെയെന്നുള്ളത് നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാ സാധനങ്ങൾക്കും ബാണം പോലെ വില കയറി. നമുക്കറിയാം, പാശ്ചാത്യ രാജ്യങ്ങളിൽ യുദ്ധത്തിന്റെ സമാനം വരുന്ന സമയത്ത് അത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വില വർദ്ധിച്ചപ്പോൾ, കമ്പനികൾ വർദ്ധിപ്പിച്ചപ്പോൾ അതിന് ആനുപാതികമായി നമ്മുടെ നാട്ടിലും വില വർധന ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ പല ആളുകളും പറയുന്നു, ഓട്ടോറിക്ഷ തൊഴിലാളികൾ 1 രൂപയോ 2 രൂപയോ അധികം മേടിച്ചാൽ ഇവിടുത്തെ ഭീകരവാദികളായി കുറ്റപ്പെടുത്തുന്ന അധികാരികളും ഇവിടുത്തെ പൊതുജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഒരു തരത്തിലുമുള്ളാതെ ആരോടും ചോദിക്കാതെ ഹോട്ടലുകളുടെ ഭക്ഷണം വരെ 10 രൂപയുണ്ടായിരുന്ന ഭക്ഷണത്തിന് ഇന്ന് 15 രൂപ 5 രൂപയോളം ഇവിടുത്തെ ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചപ്പോൾ ഈ നാട്ടിലെ ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷെ പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോ രാവിലെ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റിന് ഖജനാവിലേക്ക് ഓരോ തരത്തിലുള്ള നികുതിയാണ് ഈ പാവപ്പെട്ട തൊഴിലാളികൾ ഈ ഖജനാവിലേക്ക് കൊടുക്കുന്നത്. ചടങ്ങിൽ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് ജില്ലാ ജനറൽ സെക്രട്ടറി ഭരതൻ കല്യാൺ റോഡ് അധ്യക്ഷനായി. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനിൽ മുല്ലച്ചേരി, BMS ഹോസ്തൃക മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ഏച്ചിക്കാരം, യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് SK ഉമേഷ്, യൂണിയൻ ഭാരവാഹികളായ രാകേഷ് മുത്തപ്പൻതറ, പ്രഭാകരൻ നീലേശ്വരം, കുഞ്ഞിരാമൻ കാട്ടുകുളങ്ങര, സൂര്യോദയം ബാലകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ വാഴക്കോട്, ബാബുരാജ് കൊട്ടപ്പാറ, ചന്ദ്രൻ മാവുങ്കർ എന്നിവർ സംസാരിച്ചു. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രഭാശങ്കർ സ്വാഗതവും മനോജ് കല്യാൺ റോഡ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.